രാജ്യത്തെ സാധാരണക്കാർക്ക് താങ്ങായി കേന്ദ്ര സർക്കാർ വില കുറച്ച് അരി വിപണിയിലെത്തിക്കുന്നു. ഭാരത് റൈസ് എന്ന ബ്രാൻഡിൽ പുറത്തിറക്കുന്ന അരിക്ക് കിലോയ്ക്ക് 25 രൂപ മാത്രമാണ് ഈടാക്കുക. ഇതിനൊപ്പം കൊപ്രയുടെ താങ്ങുവില ക്വിന്റലിന് 300 രൂപ വർദ്ധിപ്പിച്ചത് നാളികേര കർഷകർക്കും ആശ്വാസമായി. അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള നടപടി എന്ന നിലയിലാണ് ഭാരത് റൈസ് എന്ന ബ്രാൻഡിൽ കിലോഗ്രാമിന് 25 രൂപ എന്ന കുറഞ്ഞ നിരക്കിൽ അരി ചില്ലറ വിൽപ്പനയ്ക്കായി എത്തുക. നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാകും അരി വിൽക്കുക. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുന്നത്. ഭാരത് ആട്ട, ഭാരത് ഡാൽ എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്നതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഭാരത് അരിയുമായി എത്തുന്നത്. പുതുവത്സര സമ്മാനമായി കൊപ്രയുടെ താങ്ങുവില ഉയർത്തിയത് നാളികേര കർഷകർക്ക് ഏറെ ആശ്വാസം പകരുന്ന നടപടിയായി. മില്ലിംഗ് കൊപ്രയുടെ താങ്ങുവില ക്വിന്റലിന് 300 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഉണ്ടക്കൊപ്രയുടെ താങ്ങുവില ക്വിന്റലിന് 250 രൂപയും വർദ്ധിപ്പിച്ചു. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. പുതുക്കിയ താങ്ങുവില അനുസരിച്ച് മില്ലിംഗ് കൊപ്രയുടെ താങ്ങുവില 11,160 രൂപയായും ഉണ്ടക്കൊപ്രയുടേത് 12,000 രൂപയായും വർദ്ധിക്കും. 2018-19 കേന്ദ്ര ബഡ്ജറ്റിൽ കർഷകർക്ക് ആദായകരമായ വില ലഭിക്കുന്നതിന് എല്ലാ വിലകളുടെയും ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് എന്ന നിലയിൽ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് ചുവട് പിടിച്ചാണ് കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ജനം, ഡൽഹി.